സെൻട്രൽ ആഫ്രിക്കയിൽ ഇപ്പോഴും ഒരു ഡൈനോസർ ജീവിച്ചിരിപ്പുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? 1776 സെൻട്രൽ ആഫ്രിക്കയിലെ കോങ്കോ ബേസിനിൽ ഒരു കൂട്ടം ഗവേഷകർക്ക് കുറേയേറെ കാൽപ്പാടുകൾ, അതുവരെ അവർ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള വലിയ കുറേയേറെ കാൽപ്പാടുകൾ കണ്ടതോടെയാണ് കോങ്കോ ബേസിനിൽ എവിടെയോ ഇപ്പോഴും ഒരു ഡൈനോസർ ജീവിച്ചിരിപ്പുണ്ടാകാം എന്നൊരു തിയറിയിലേക്ക് ഗവേഷകർ എത്തുന്നത്. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരശേഖരങ്ങൾക്കായിട്ട് ഏകദേശം 20-ാം നൂറ്റാണ്ടുകളിൽ വലിയ രീതിയിലുള്ള ഒരു തെരച്ചിൽ, ഒരു എക്സ്പെഡിഷൻ കോങ്കോ ബേസിനിൽ അന്ന് അവർ നടത്തുന്നുണ്ട്. ഈ വിവരശേഖരണത്തിന്റെ ഭാഗമായിട്ട് അവിടുത്തെ ലോക്കൽസ്, അതായത് ട്രൈബ്സ്, ആദിവാസികളോട് ഈ ഗവേഷകര് ചോദ്യം ചോദിക്കുകയാണ്. ഇതുപോലെ വിചിത്രമായ ഒരു ജീവിയെ എന്ന് വെച്ചാൽ നിങ്ങൾ ഇവിടെ ഞാൻ കണ്ടിട്ടില്ലാത്ത, അല്ലെ ഹിപ്പോപ്പൊട്ടാമസ് അല്ലാത്ത, കാണ്ടാമൃഗമല്ലാത്ത, ആനകളല്ലാത്ത ഏതെങ്കിലും ജീവികളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് ഈ ട്രൈബ്സിനോട് ഗവേഷകർ ചോദിക്കുമ്പോൾ ട്രൈബ്സിന്റെ അടുത്ത് നിന്ന് വരുന്ന പ്രതികരണങ്ങൾ ശരിക്കും ഞെട്ടിക്കുന്ന പ്രതികരണങ്ങളായിരുന്നു. ഹിപ്പോസും റൈനോസും എലിഫന്റ്സും അല്ലാതെ വേറെ ഏതോ ഒരു വലിയ ജീവിയെ ഈ ട്രൈബ്സ് അവരെ കണ്ടിട്ടുണ്ടെന്നും അതിനെ അവർ മൊക്കേലെ എംബെമ്പെ എന്നാണ് വിളിക്കുന്നതെന്നും ഇവർ പറയുകയാണ്. മൊക്കേലെ എംബെമ്പയോ? അതെന്താണ് സാധനം? ഈ ട്രൈബ്സിന്റെ നേറ്റീവ് ലാംഗ്വേജിൽ, അതായത് ലിംഗള എന്ന് പറയുന്ന ലാംഗ്വേജിൽ മൊക്കേലെ എംബെമ്പെ എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്ന് പറയുന്നത് തന്നെ ദി വൺ ഹൂ സ്റ്റോപ്സ് ദി റിവർ, നദിയെ തടയുന്നവൻ എന്നാണ് അർത്ഥം. നദിയെ തടയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ തടിക്കഷ്ണമായിരിക്കും, അല്ലെങ്കിൽ നദിയെ അത്രത്തോളം തടയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഭീമമായ ഒരു ജീവി, കൂടുതൽ നേരവും ജലത്തിൽ ജീവിക്കുന്ന, രാത്രികളിൽ ഭക്ഷണം തേടുവാൻ വേണ്ടി മാത്രം കരയിലേക്ക് കടന്നു വരുന്ന ഒരു ഭീകരജീവി. നീളൻ കഴുത്തും ഭീമമായ ശരീരവും വലിയ വാലുകളുള്ള, ആനയേക്കാൾ വലിപ്പമുള്ള ഒരു ജീവി. അങ്ങനെ ഒരു ജീവി ഇപ്പോഴും കോങ്കോ ബേസിൽ ഉണ്ടെന്നും കുറെ നാളുകൾക്ക് മുമ്പ് ട്രൈബ്സ് വേട്ടയാടി ഒന്നിനെ പിടിച്ച് കറി വെച്ച് കഴിച്ചു എന്നൊക്കെ അവിടുത്തെ ട്രൈബൽ പീപ്പിൾസ് പറയുന്നുണ്ട്. അങ്ങനെ ട്രൈബുകളിൽ നിന്നും ഇത്രത്തോളം വിശ്വസനീയമായ ഒരു കഥ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്റ്റോറി ഇവർ കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും വീണ്ടും ഒരുപാട് തിരച്ചിലുകൾക്ക് ഈ ഗവേഷകർ മുതിരുകയാണ്. ഈ കോങ്കോ ബേസിന് അരിച്ചു പറക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. മരുഭൂമിയിൽ മണലെടുക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ കടലിൽ ഒരു തുള്ളി വെള്ളം നമുക്ക് എടുക്കാൻ പറ്റുമോ? അത്രത്തോളം വലിയ വിസ്തീർണമുള്ള ലോകത്തിലെ തന്നെ 2ാമത്തെ വലിയ റെയിൻ ഫോറസ്റ്റ് ആണ് ഈ പറയപ്പെടുന്ന കോങ്കോ ബേസിനുള്ളത്. കൂടാതെ ഒരുപാട് അപകടകാരികളായ മറ്റ് ജീവികൾ, കടുവ, സിംഹങ്ങൾ, ആനകൾ, റൈനോസ് പോണക്കുള്ള മറ്റ് അനവധി മൃഗങ്ങളുണ്ട്. അതുപോലെ തന്നെ ചതുപ്പുകള്, കുഴികള്, ഒരുപാട് ദുർഘടമായ ഒരു സ്ഥലം തന്നെയാണ് കോങ്കോ ബേസിൻ. അതുകൊണ്ട് തന്നെ അവർക്ക് പൂർണ്ണമായിട്ടൊന്നും അവിടെ തെരച്ചിൽ നടത്താൻ പറ്റത്തില്ല, അതാണ് അവസ്ഥ. അതുകൊണ്ട് തന്നെ കൺക്ലൂസീവായ ഒരു എവിഡൻസോ ഒന്നും അവർക്ക് അന്ന് ശേഖരിക്കാൻ പറ്റുന്നതുമില്ല. സാഹചര്യങ്ങൾ ഇതൊക്കെ ആണെങ്കിലും കോങ്കോ ബേസിൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ പറഞ്ഞല്ലോ, എല്ലാവർക്കും കയറി അങ്ങോട്ട് തെരച്ചിൽ നടത്താൻ പറ്റിയ സ്ഥലം അല്ലാത്തത് കൊണ്ട് തന്നെ ഇപ്പോഴും ചിലപ്പോഴവിടെ ആ ഒരു ഡൈനോസർ ജീവിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. കാരണം നമ്മൾ കണ്ടെത്തുന്നില്ല സാധനത്തെ, അത് ഈസി ആയിട്ട് അവിടെ ഹൈഡ് ചെയ്ത് ജീവിക്കുന്നുണ്ടായിരിക്കാം. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഇപ്പോഴും ഒരു ഡൈനോസർ, പ്രീ ഹിസ്റ്റോറിക് ആനിമൽ ആ കോങ്കോ ബേസിൽ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.